ഇന്ത്യയിൽ സർക്കുലേഷനിലുള്ള നാണയങ്ങളുടെ വർധനവ്, നമുക്ക് നാണയമുണ്ട്, നമ്മൾ അല്ലാതെ കറൻസി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ നാണയങ്ങളുടെ ഉപയോഗത്തിലുള്ള വർധനം എന്ന് പറയുന്നത് ഇപ്പൊ 3% ചുരുങ്ങി എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് 2016 മുമ്പ് ഏതാണ്ട് 15% ഓരോ വർഷം കൂടുമ്പോഴും ഈ നാണയങ്ങളുടെ ഉപയോഗത്തിലുണ്ടാകുന്ന വർധനവ്. അത് 3% ചുരുങ്ങി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നാണയം ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ ഭയങ്കരമായിട്ട് കുറയുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, യു പി ഐ ട്രാൻസാക്ഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ചായയുടെ കൂടെ ഒരു കടിയും കൂടെ കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോഴേ ഗൂഗിൾ പേ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചായക്കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് തരാൻ അവരതിൽ പൈസ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അവർ തന്നെ ജി പേ ചെയ്യല്ലേ, ഫോൺ പേ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ 2016 നോട്ട് നിരോധനം വരുമ്പം എല്ലാവരും ആ നോട്ട് നിരോധനത്തിന്റെ വിജയത്തിനെ കുറിച്ചും അത് അന്ന് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ നോട്ട് നിരോധനം വലുതായിട്ട് വിജയിച്ചില്ല എന്നൊരു വലിയ ആരോപണം തന്നെയുണ്ട്. നോട്ട് നിരോധനം ഒരു ആസ്പെക്ടിൽ വിജയിച്ചില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നോട്ട് നിരോധനം കള്ളപ്പണം തിരികെ പിടിക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കള്ളപ്പണം വലുതായിട്ട് സൂക്ഷിക്കുന്നവർ ഒരിക്കലും പൈസയായിട്ടല്ല സൂക്ഷിക്കുന്നത്. കുറച്ച് പൈസയായിട്ട് സൂക്ഷിക്കുമായിരിക്കും, ബാക്കി അവർ ലാൻഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, വസ്തു വാങ്ങല് അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലായിരിക്കും കള്ളപ്പണക്കാരെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് നിരോധിച്ചുകൊണ്ട് കള്ളപ്പണം എല്ലാം പൂർണ്ണമായിട്ട് തിരികെ പിടിക്കാമെന്ന് ഗവൺമെന്റ് പോലും ഒരുപക്ഷെ കരുതി കാണൂല, ഗവൺമെന്റ് പുറമെ അങ്ങനെ പറഞ്ഞെങ്കിലും. പക്ഷെ യഥാർത്ഥത്തിൽ അതിനുശേഷം ഇന്ത്യക്കാരുടെ സംസ്കാരം, ഈ പേയ്മെന്റ് കൾച്ചർ അത് മാറി. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്, ഞാൻ ആ നോട്ട് നിരോധനത്തിന് മുമ്പ് എന്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവര് എല്ലാവരും എനിക്ക് ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് തന്നുകൊണ്ടിരുന്നത്. ഇന്ന് 75% എനിക്ക് കിട്ടുന്നത് ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ആയിരിക്കും. ബാക്കി ഒരു 25% മാത്രമേ ക്യാഷ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്ത്യക്കാരൻ ഈ പൈസ പേ ചെയ്യുന്നതിന്റെ രീതി മാറി. അപ്പൊ അതിലൊരു ഗുണമുണ്ട്, നമ്മളുടെ എക്കോണമി കുറച്ചുകൂടെ ഫോമൽ എക്കോണമി ആയിട്ട് മാറി. അപ്പൊ ഗവൺമെന്റിന്റെ ടാക്സ് ബേസ് കൂടി. ഇന്ന് ഗവൺമെന്റിന് GST അല്ലെങ്കിൽ ഇൻകം ടാക്സ് പോലുള്ള സംഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ അവർ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഡിജിറ്റൽ പേയ്മെന്റ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ഇനി ഫ്യൂച്ചറിലും എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്ത് കറൻസി അല്ലെങ്കിൽ നാണയം ഇതിന്റെയൊക്കെ ഉപയോഗം വളരെ കുറവായിരിക്കും. നമ്മൾ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഒരു ഡിജിറ്റൽ എക്കോണമി ആയിട്ട് മാറും. ഒരു സമയത്ത് ഈ നാണയമോ അല്ലെങ്കിൽ കറൻസിയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വേണമെങ്കിലും വന്നേക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എന്താ ഗുണം? എല്ലാ പേയ്മെന്റും ഫോമലാവും. അപ്പൊ നമുക്ക് ടാക്സ് ഭയങ്കരമായിട്ട് കൂടും. ഈ ടാക്സ് ഭയങ്കരമായിട്ട് ഗവൺമെന്റ് കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങിയ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന മാത്രമല്ല ഗുണം, നമ്മുടെ ടാക്സ് റേറ്റ് കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ഇന്നത്തെ ഈ മാതൃഭൂമിയിലെ വാർത്ത കണ്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്.